അങ്കമാലി ഡയറീസ് സിനിമ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല. ചില ചിത്രങ്ങൾ സിനിമകൾ സാധാരണ സിനിമയായി കാണുന്ന ആളുകൾ, അതിലൊരു തോമസ് ചേട്ടനുണ്ട്. തോമസ് ചേട്ടൻ എന്ത് കാര്യത്തിന്, അതിപ്പോൾ നല്ല കാര്യമായാലും മോശം കാര്യമായാലും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായാലും തർക്കം അവസാനിപ്പിക്കുന്നതിനായാലും ചർച്ചയ്ക്കായാലും ഇറങ്ങുന്നതിന് മുമ്പ് പറയാറുണ്ട് ഒരു 10 ml ഒഴിക്കാൻ. പറയാൻ കാരണം 10 മില്ലി മദ്യം കൈവശം വെച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തതിൽ പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. കേൾക്കുന്ന ആളുകൾക്കും തോന്നും ഇതെന്ത് നാടെന്ന്, ബനാന റിപ്പബ്ലിക് ആണോ എന്ന് വരെ ജഡ്ജി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് കഥ? അബ്ജോദ്, കഴിഞ്ഞ മാസം 25-നാണ് ഈ പൈങ്കണ്ണൂർ സ്വദേശി, വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശിയായ യുവാവിനെ 10 മില്ലി മദ്യവുമായി പോലീസ് പിടികൂടുന്നത്. അയാളുടെ ഒരു ബാർബർ ഷോപ്പ് ജീവനക്കാരനാണ്. അയാളുടെ കടയിൽ വെച്ചാണ് പിടികൂടുന്നത്. അത് ശരി, ഇത്രയും വലിയ ചെറ്റകളെ സുഖിക്കാൻ വിട്ടിട്ടാണ് ഈ നിസ്സാരക്കാരായ ഞങ്ങളുടെ പുറകെ സാർ നടക്കുന്നത്. അതിനുശേഷം ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടുത്തി, അബ്കാരി നിയമത്തിലെ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കഷ്ടം. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ജാമ്യ ഹർജി ഇന്ന് മഞ്ചേരി കോടതിയിൽ വന്നപ്പോഴാണ് ആ കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത്. ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതി ചില കാര്യങ്ങൾ ചോദിച്ചത്. അതായത് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ അമിതമായ ആവേശമുണ്ടായതായി പോലീസ് സംശയിച്ചിട്ടുണ്ട്. എന്റെ തൊപ്പി പോയി ഉറപ്പായി. പ്രതിഭാഗം വക്കീൽ കോടതിയിൽ പറഞ്ഞത് ഇത് ആഫ്റ്റർ ഷേവിനൊക്കെയായി ഉപയോഗിക്കുന്നതിന് വേണ്ടി കടയിൽ സൂക്ഷിച്ചതാണ് ഈ മദ്യമെന്നാണ്. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അതുൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പോലീസിന്റെ ഭാഗമെന്ന് പറയുന്നത് കുറഞ്ഞ അളവിലാണെങ്കിലും വിൽപ്പനയ്ക്കായിട്ടാണ് ഇയാൾ, ഈ ചെറുപ്പക്കാരൻ, ഇങ്ങനെ മദ്യം സൂക്ഷിച്ചത്. അത് സംബന്ധിച്ചുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കട പരിശോധിച്ചതെന്നാണ്. ഇത് അളവ് കുറഞ്ഞതാണെങ്കിൽ, കുറഞ്ഞ അളവിലാണെങ്കിലും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചത് എന്ന നിലയിൽ ശക്തമായ നടപടിയെടുത്തു എന്നുള്ളതായിരുന്നു പോലീസിന്റെ കോടതിയിൽ നൽകിയിട്ടുള്ള വിശദീകരണം. പോലീസ് വാദിച്ചത്, പക്ഷേ അത് കോടതി അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അതിന്റെ നമ്മൾ തോമസിനെ ചാരിയാണ് നമ്മൾ ഈ വാർത്തയിലേക്ക് കയറിയത്. ഇനി ആർട്ടിസ്റ്റ് ബേബിയിലൂടെ പുറത്തിറങ്ങണമെന്ന് തോന്നുന്നു. വളാഞ്ചേരി SI ഇത്രയ്ക്ക് ചീപ്പായി പോയോ എന്നാണോ കോടതി ഉദ്ദേശിച്ചതെന്നറിയില്ല. എന്താ കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം.